എല്ലാവരും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കുക. വാപ്പ കുട്ടികളൊക്കെ എത്തിയോ? നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുക. പെങ്ങന്മാരും ഉമ്മയും ആങ്ങളമാരും എല്ലാവരും ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം താഴെ വീണുപോയാൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ വഖഅത് ലുഖ്മതു അഹദികും, സ്വഹീഹ് മുസ്ലിം, ഇദാ വഖഅത് ലുഖ്മതു അഹദികും, ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ വീണുപോയാൽ ഫൽയഖുദ്ഹാ, അത് നിങ്ങൾ എടുക്കണം. അത് വേസ്റ്റ് തട്ടാനായിട്ടില്ല. വൽയുമിത് മാ കാന ബിഹാ മിൻ അദൻ, അതിൽ എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു വറ്റാണെങ്കിൽ ഒന്ന് കഴുകിയിട്ടെടുക്കിൻ. വറ്റ് വീണത് പിന്നെ വേസ്റ്റ് അല്ലല്ല, അത് പ്ലേറ്റിലേക്ക് എടുത്തിടിൻ. അതിന്മേൽ അഴുക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം. അഴുക്കുണ്ടെങ്കിൽ ഒന്ന് അഴുക്കി നീക്കിയിട്ട് നിങ്ങൾ ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്വാൻ, പിശാചിന് വേണ്ടി ഭക്ഷണത്തെ നിങ്ങൾ ഒഴിച്ചു വെക്കല്ല. ഫഇന്നഹു, തങ്ങൾ പറയാ, വലാ യംസഹ യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅക അസാബിഅഹു, വിരലുകൾ ഊമ്പി വൃത്തിയാക്കുന്നവരെ നിങ്ങൾ തൂവാല കൊണ്ട് കൈ തുടക്കുകയും ചെയ്യരുത്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ ഉപ്പായപ്പം തന്നെ തരൂലേ, കൈയൊക്കെ തുടക്കാനുള്ള ടിഷ്യൂ ആണത്, ക്ലോത്ത്. തുടക്കല്ലേ. അല്ലെങ്കിൽ കൈ കഴുകുന്നതിന്റെ മുമ്പ്, തുടക്കുന്നതിന്റെ മുമ്പ് വിരലുകളൊക്കെ ഊമ്പി വൃത്തിയാക്കണം. അതിന്റെ അച്ചടക്കത്തിൽ ചെയ്യാൻ പറ്റും. വൃത്തിയാക്കണം, എന്നിട്ടേ കൈ കഴുകാവൂ. എന്തിനായി പറയുന്നത്? ഫഇന്നഹു ലാ യദ്രി ഫീ അയ്യി തുആമിഹിൽ അൽബറക, അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്തുള്ളത് എന്ന് അവൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ വീണുപോയ ഈ വച്ചിലായിരിക്കാം, അവന്റെ കൈന്മേൽ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ അംശത്തിലായിരിക്കാം. ഭക്ഷണം വേസ്റ്റാക്കല്ലേ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്, സ്വഹീഹ് മുസ്ലിം. അതുകൊണ്ട് പെണ്ണുങ്ങളെ തിന്നാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുത്താൽ മതി, ആണുങ്ങളെ തിന്നാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റി വീട്ടിൽ എത്തിച്ചു കൊടുത്താലും മതി. ഭക്ഷണം വേസ്റ്റ് ആവരുത്. അപ്പൊ ഭക്ഷണം നാശ കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് പടി ഇറങ്ങണ സമയത്തൊരു ദിക്റുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആണുങ്ങൾ, ജോലിക്ക് പോവാൻ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കുട്ടിനെ കാണിക്കാൻ വേണ്ടി പോവാ, ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ. ചൊല്ലിക്കോ, വീടിന്റെ വാതിൽ കഴിഞ്ഞ് പടിവാതിൽ ഇറങ്ങുമ്പോ ചൊല്ലണം, ബിസ്മില്ലാഹ്, നിന്റെ നാമത്തിലാണ് അല്ലാഹുവേ, തവക്കൽതു അലല്ലാഹ്. വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോ എന്തോ സംഭവിക്കാം. അല്ലാഹുവേ, ഞാൻ എന്റെ വിഷയം നിന്നെ ഭരമേൽപ്പിച്ചുവല്ലോ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവേ, നീ തരുന്ന കഴിവല്ലാതെ, നീ തരുന്ന സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണം ഇല്ല പടച്ചവനെ. ഇത് ചൊല്ലി മുസ്ലിം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ യാത്ര ഖൈറല്ലേ, അവൻ ജോലിക്ക് പോകുന്നത് ഖൈറല്ലേ. ബിസ്മില്ലാ, ഒന്ന് ഈ ദിക്ർ മുഴുവൻ കിട്ടുന്നില്ല, ബിസ്മില്ലാ എന്ന് പറഞ്ഞിറങ്ങി. നബി ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല, പടച്ചവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് റബ്ബേ, വഴിതെറ്റി പോകാതെ കാക്കേണമേ പടച്ചവനെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല സുബഹിസ്കരിച്ച് ഇറങ്ങിയ കുട്ടിയാ, വ്യഭിചാരത്തെ ചെന്ന് പോയി വിട്ടു എന്ന് വന്നേക്കാം. ഏതെങ്കിലും മോശപ്പെട്ടൊരു കൂട്ടുകാരെ എന്തോ കാണിച്ചു കൊടുത്തു, ഫിത്നയായി പോയി. ഔ ഉദല്ല, ഞാൻ ആരെങ്കിലും വഴി തെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്ന് പെടുകയോ എന്നെ ആരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഉണ്ടാവരുതേ അല്ലാഹ്. ഔ അദ്ലിമ ഔ ഉദ്ലമ, ഞാൻ ഒരാളെ ആക്രമിക്കുകയോ, ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ അവിടെ വേറെ സ്റ്റാഫ് കാണും, എന്നെ കൊണ്ട് ഒരാൾക്ക് അക്രമം ഉണ്ടാവുകയോ, അത് വാക്കുകൊണ്ടാകാം, ഫീലിങ്സ് കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം. ഔ ഉദ്ലമ, ഞാൻ ആക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്റെ മേൽ ആരെങ്കിലും വിവരക്കേട് ചെയ്യുകയോ ചെയ്യുന്നത് വരാതെ നീ എന്നെ കാക്കേണമേ. എന്തൊക്കെ ആയി നിങ്ങൾ പറഞ്ഞു, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു വരുന്നവന്റെ മുമ്പ് കിന്നിട്ടെടുക്കല്ലേ പടച്ചോനെ. അതാണ് യുജ്ഹല അലൈ, വിവരമില്ലാത്തവൻ വല്ലതും ചെയ്യുന്നത് ഞാൻ പാത്രമായി പോവുക. വെറുതെ ഒരാൾ മോഷണം ചെയ്തു, ഒരാൾ പോക്കറ്റ് അടിച്ചു, ബസ്സിൽ അടി കിട്ടിയത്, നമുക്ക് ഒന്നും ഒരു പണി നമ്മൾ ചെയ്തിട്ടില്ല പടച്ചോനെ. വിവരക്കേട് കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടുന്നതോ വിവരക്കേട് ആളുകൾ എന്നോട് ചെയ്യുന്നതോ ചെയ്യല്ലേ പടച്ചോനെ. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. എന്താണ് ഈ ദിക്റൊക്കെ? ഇതൊക്കെ നമ്മൾ ചൊല്ലാൻ ഞാൻ കിതാബിൽ ഉസ്താദുമാരിങ്ങനെ കാണുന്നല്ല, നമുക്കത് ഉപകാരപ്പെടുവോ? اللهم إني أعوذ بك من أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي.
പടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അവന്റെ കച്ചവടത്തിന് പോകുന്ന കച്ചവടക്കാരൻ അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുത്തു. എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരന് പ്രൊട്ടക്ഷനായി. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടിക്ക്, വലിയ കുട്ടിക്ക്, +2നോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിക്ക് ഇത് പ്രൊട്ടക്ഷനാണ്. പടച്ചവനെ വഴിതെറ്റി പോകാതെ കാക്കണേ. മുസ്ലിം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴേ കള്ളുടി അവിടെ ഉണ്ടോന്ന് അങ്ങനെ കേട്ടത്. മുസ്ലിം കുട്ടികളുണ്ടോ അവിടെ അശ്ലീല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളിലെ ഹിന്ദു കുട്ടികൾ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ. നല്ല അച്ചടക്കാണ്. എന്താണ് ഇപ്പൊ വേദന തോന്നിപ്പോയി എനിക്ക്. യാ റബ്ബേ, മുസ്ലിം മാനേജ്മെന്റ് നടക്കുന്ന ഒരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവുമ്പോൾ ആൾക്കാർ പഠിക്കുന്ന സ്ഥലമാണ്. 2 പറഞ്ഞത് 2 സ്ഥലത്ത് നടക്കൂല നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിലൊന്ന് നടക്കുന്ന ഒരു വലിയൊരു കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ പെൺകുട്ടികളെ റൂമിൽ നിന്ന് കിട്ടിയത് അശ്ലീലമായ സീഡികൾ, കോൺട്രാസെപ്ഷൻ, ഉറകള്, പിൽസ്. പെൺകുട്ടികളെ കുറിച്ചറിവ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താ പിന്നെ ഒരു പഠിക്കണത് അവിടെ പോയിട്ട്? എന്താ നമ്മുടെ ഹോസ്റ്റലുകളിൽ നടക്കുന്നത്? അത് നമ്മുടെ കൺമുമ്പിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മാനേജ്മെന്റ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ? അച്ഛവനെ, എന്റെ മക്കൾ വഴിതെറ്റാതെ പോകണമെങ്കിൽ, എന്റെ മക്കൾ വഴിതെറ്റാതെ പഠിച്ച് നല്ല മക്കളായി തിരിച്ചു വരണമെങ്കിൽ ഉമ്മമാരെ മക്കളെ ചൊല്ലാൻ പഠിപ്പിച്ചേക്കണം, ഓർമ്മിപ്പിച്ചേക്കണം. മോനെ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദ്ല്ല ഔ ളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. പടച്ചവനെ, സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടി കണ്ട ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വരരുത്. അള്ളാഹുവേ, പ്രായപൂർത്തിയായ എന്റെ മോള് കണ്ടവന്റെ കൂടെ കറങ്ങി തിരിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, പ്രായപൂർത്തിയായ എന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് കയറി വരുന്നത് ഉണ്ടാകരുതേ അല്ലാ. നല്ല നിലക്ക് ഞാൻ താലോലിച്ച് വളർത്തി എന്റെ പൊന്നു മക്കളാണ്, അവർ വ്യഭിചാരികളായി പോകരുതേ പടച്ചവനെ എന്നൊക്കെ പേടിയുള്ളവർ, ബോധമുള്ളവർ, ഇല്ലാത്തവരും പഠിപ്പിക്കണം മക്കൾക്ക്. ദിക്ർ ചൊല്ലി പുറത്തിറങ്ങണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരം വെളുത്തു, ഹലാലായ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന്റെ അതുപോലൊക്കെ പാലിച്ചു, ചെരുപ്പ് ധരിച്ചത്, ഡ്രസ്സ് ധരിച്ചത്, മുടി ചീകി വെച്ചത്, ബാത്റൂമിൽ പോയത്, വന്നത്, സുബഹി നിസ്കാരം, അതിന്റെ മുമ്പുള്ള നിസ്കാരം, ദുഹാ നിസ്കാരം, വുദു എടുത്തിട്ട് പോവാൻ. അത്രയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെ പോകുന്ന കച്ചവടക്കാരന്റെ അങ്ങാടിയിലേക്കുള്ള യാത്രയിൽ ബറക്കത്തുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന മാഷാണ്, എന്റെ പോക്കിൽ ബറക്കത്തുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, ആ ജോലിയിൽ ബറക്കത്തുണ്ടല്ലോ. റഹിമല്ലാഹു റഅൻ. ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ്. നമ്മൾ ഇതിൽ രണ്ടാലൊന്നാണ് അല്ലെ, ഒന്നുകിൽ നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ. റഹിമല്ലാഹു റഅൻ. ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സഹ്ലൽ ബൈഇ, വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ. സഹ്ലശ്ശിറാ, വാങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ. സഹ്ലൽ ഖളാ, കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആള്. കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹ്ലൽ ഇഖ്തിദാ, കടം തിരിച്ചു ചോദിക്കുക, പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി. കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ. സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ. കുറേ ആളുകൾ, കസ്റ്റമേഴ്സ് ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരാള് 500 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്. അത് ബാർഗെയിൻ ചെയ്ത് 450 ആയിട്ടുണ്ട്. ഇനി 459 ആക്കി, 49 ആക്കി. ഇവിടെ 1 രൂപ കൂടെ കുറച്ചുകൂടെ, 5 രൂപ കുറച്ചുകൂടെ, 2 മണിക്കൂറാണ് നിൽക്കുന്നത്, 5 രൂപ കുറക്കാൻ. ഇങ്ങനെ നെടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും ആവരുത്. കച്ചവടക്കാർ വിൽക്കുമ്പോ ധൂർത്ത് ചെയ്യല്ലേ, നിങ്ങൾ കൊള്ളലാഭം എടുക്കല്ലേ. വൈലുൽ ലിത്താജിരി. ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കുമുള്ള ഹദീസാണ്. ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകില്ലേ, കൂലിപ്പണിക്കാരൊക്കെ സദസ്സിലുണ്ടായിരിക്കാം. അല്ലാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനാണ് ഈ ദുആ, ഈ ആമീനൊക്കെ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം, അല്ലാഹു ഹലാലാക്കി തരട്ടെ. വൈലുൽ ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. കച്ചവടക്കാർക്ക്. ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ടേ. വൈലുൽ ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാഹ്, അല്ലാഹനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും
അതേ അല്ലാഹനെ തന്നെ സത്യം, അതേ അല്ലാഹനെ തന്നെ സത്യം, ലാ വല്ലാഹ് ഇല്ലല്ല അല്ലാഹനെ തന്നെയാണ് സത്യം. ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സ്വാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുൽ ലിത്താജിർ, കച്ചവടക്കാരൻ എന്താ പറയാ? ബലാ വല്ലാഹ്, അങ്ങനെ തന്നെ അല്ലാഹനെ തന്നെയാണ് സത്യം. ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അള്ളാന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ? എന്തായിരിക്കും ഇതിനൊക്കെ ഗുരുതരമായ അവസ്ഥ? പച്ച നുണ പറയാ വല്ലാഹി എന്ന് പറഞ്ഞിട്ട്. ലാ വല്ലാഹ് ബലാ വല്ലാഹ്, നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ? ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, ഇതിന്റെ വില 500 ഇതിന്റെ വില 2000 എനിക്കതിൽ കിട്ടുന്ന ആകെ ലാഭം 100 രൂപ. പിന്നെ കറണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ? അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ പറയണ്ട. എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ലാഭം എടുക്കുന്നുണ്ട്, എന്നിട്ട് പറയാ ഒരു 300 രൂപ ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. വവൈലുൽ ലിസ്വാനിഇ, കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണിയെടുക്കുന്ന ആള്, ജ്വല്ലറിക്കാരൻ, ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ, സ്വാന്, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം എന്നറിയോ? മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. മറ്റന്നാൾ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തലെടുത്തോ എന്ന് പറയും. എവിടോ മറ്റന്നാളും കാണൂല, അതിന്റെ പിറ്റേത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാര്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തി. എന്ത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് 5 മിനിറ്റ്. അതിന്റെ 1 സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വരുന്ന പറഞ്ഞോ, എനിക്ക് 6 മിനിറ്റ് എടുക്കും എത്താൻ, ഇല്ലേ 10 മിനിറ്റ് 15 മിനിറ്റ് കൃത്യമായി പറഞ്ഞേക്കണം. അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണ അങ്ങനെ പറയാ. എവിടെ ഉള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്, ഇവിടെ ഓൻ കിടക്കുന്നത് തലശ്ശേരിയിലാണ്. പറയാ കർണാടകയിൽ അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയില്ല. നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാൽ മതി. നാളെ മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം, നാളെ മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കണം. എഞ്ചിനീയർ പറയാ നമ്മളിതാ ഈ പണി 2 മാസം കൊണ്ട് തീർക്കുന്നു. ഇവിടെ ഇവർക്ക് 8 മാസം വേണം, എന്നാ 8 മാസം എന്ന് പറയും. അതൊക്കെ പറഞ്ഞ എത്ര സമാധാനമാണ്. ഇങ്ങനെ കൃത്യത. നമ്മളൊരു 10 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ 10 തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മിനിറ്റ് വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരൊന്നും യൂറോപ്യന്മാരൊന്നും പഠിച്ചെടുക്കരുത്. നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മളിരുന്ന് അവര് പഠിച്ചതാ ഇതൊക്കെ. സമയത്തിൽ നമുക്ക് ഒരു വാല്യൂ ഇല്ല. 5 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാ. എത്ര ആളുണ്ട് അങ്ങനെ? 1/2 മണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ ഈ 10 മിനിറ്റിന്റെ അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ്. ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ. അപ്പൊ പറയും പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റന്നാന്ന് പറഞ്ഞ് വേറെ കസ്റ്റമർക്ക് പോകൂലേ. നിന്റെ റാസിഖ് അല്ലാഹു ആണെന്ന വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ലാഹു കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അതാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും. കിട്ടും, നിനക്ക് പണി കിട്ടും. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ?
അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും, നീ പേടിക്കല്ല. നിന്റെ പേടിയാണ് അവിടെ പിശാച്. പേടിക്കല്ല, സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ. നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹിന്റെ അടുത്ത് ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. ലാ യഹില്ലു ലി അഹദിൻ, ഹദീസാണ് ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. ലാ യഹില്ലു ലി അഹദിൻ യബീഉ ബൈഅൻ ഇല്ലാ അൻ യുബയ്യിന ആഫതഹു. ഒരു മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ്. വലാ യഹില്ലു ലിമൻ യഅലമു ദാലിക ഇല്ലാ തബീനഹ. കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആള് ആ കുഴപ്പം വിശദീകരിച്ചു കൊടുക്കാതെ വിൽക്കലും നിങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്, പറഞ്ഞേക്കണം സഹോദര, പറഞ്ഞു കൊടുത്തേക്കണം കുഴപ്പമുള്ളതൊക്കെ. ഇത് ഇടയ്ക്ക് ഹാങ് ആവും, ഇതിന്റെ സൗണ്ട് ഇടയ്ക്ക് പീന്ന് പറഞ്ഞിട്ട് ചെവി പൊളിയും, ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടോ ആ ഫോണിന്, ഇത് പറഞ്ഞിട്ട് വിറ്റാൽ മതി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ? ചെറിയ ഓട്ട കാണുമ്പോൾ കസ്റ്റമറോട് പറയാ, ഒരു ഓട്ട കാണുന്നുണ്ട് കേട്ടോ സെന്ററിൽ, ചിലപ്പോ ഉള്ളിക്ക് വലിയ ഓട്ടയായിരിക്കും. ടിമ്പർ കച്ചവടം പൊളിഞ്ഞു, പക്ഷെ അള്ളാന്റെ അടുത്ത് പൊളിഞ്ഞോ? ഇല്ല, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടി. അള്ളാഹു അത് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എത്ര ഇസ്സത്തുകൾ! അള്ളാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത്തുക്കളായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും മഹത്തുക്കളായ ഒരുപാട് ഉലമ, അവരൊക്കെ നീങ്ങിയ ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ ജീവിപ്പിച്ച ഈ മഹാപ്രസ്ഥാനത്തെ അല്ലാഹു ലോകത്തിന് അനുഗ്രഹമായി ഖിയാമം വരെ ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കച്ചവടം ചെയ്തതാ, ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? ഈ ഹദീസാണ്. വലാ യഹില്ലു ലിമൻ യഅലമു ദാലിക. എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്ന് വിശദീകരിക്കാതെ കസ്റ്റമർക്ക് കച്ചവടം ചെയ്യല്ല. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാ, അങ്ങനത്തെ കച്ചവടക്കാരുണ്ടോ ഇവിടെ ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ മഴ ലഭിക്കും. നമ്മുടെ ഭൂമിയിൽ വെള്ളം വറ്റൂല, നമ്മുടെ കൃഷികൾ നശിക്കൂല, നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും. മുഹമ്മദ് അൽ മുൻകദിർ റഹിമഹുല്ലാ ഫ്ലാറ്റുകൾ വാടക കൊടുത്തിരുന്ന മഹാന, ആലിമായിരുന്നു. പക്ഷേ ചില ഫ്ലാറ്റിന്റെ വില 5 ദീനാർ, 5 ദിർഹം, ചിലതിന്റെ വില 10 ദിർഹം, അത്രേ ഉള്ളൂ. 5, 10 ഇങ്ങനെ 5ന്റെ 10ന്റെ ഫ്ലാറ്റുകൾ വാടകക്കുണ്ട്. ഒരു അറാബി വന്നു 5ന്റെ വാടകക്കുള്ള ഒരു ഫ്ലാറ്റ് 10 ദിർഹം കൊടുത്ത് എടുത്തു. ബഹുമാനപ്പെട്ടവരുടെ മകനാ കച്ചവടത്തിയിരുന്നത്. വിഷയം അറിഞ്ഞു. പടച്ചോനെ, 10 ദിർഹം കൊടുത്ത് വാങ്ങിയത് 5ന്റേതാണല്ലോ. നമ്മളൊക്കെ എന്താ പറയാ, അല്ലാഹ് ഗോളടിച്ചു, ഇന്ന് നല്ല ലാഭം, ഇന്ന് വേണേ ഇപ്പൊ കൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ലാഭം കിട്ടിപ്പോയി. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാ നേരം വൈകുന്നേരമാകുന്നവരെ അറാബിയെ തെരഞ്ഞു നടന്നു. ആരാണിത് വാങ്ങിച്ച ആൾ? അറാബിയെ കണ്ടുപിടിച്ചതിന് പറഞ്ഞു, എനിക്ക് 5ന്റെയും 10ന്റെയും ഫ്ലാറ്റുകൾ ഉള്ളതിൽ 5ന്റെ ഫ്ലാറ്റ് നിങ്ങൾ 10 കൊടുത്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ നിങ്ങൾ 10ന്റെ ഫ്ലാറ്റ് എടുക്കും, 10 തന്നിട്ടുണ്ടല്ലോ, 10ന്റെ എടുത്തോളൂ. ഇല്ലെങ്കിൽ 5 നിങ്ങൾ മടക്കി മേടിക്കണം. ഇല്ലേ നിങ്ങളെ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ 5 തിരിച്ചു തരാം, നിങ്ങൾ ഫ്ലാറ്റ് ഒഴിവാക്കി തരണം. അറാബി വെച്ചു, എനിക്ക് 5 തന്നാ മതി, എന്റെ ബാക്കി 5 തന്നേക്ക്. ഇത് മേടിച്ചിട്ട് ചോദിക്കാം, മൻ ഹാദ ശൈഖ്, ആരാണ് ഇയാൾ? ഇങ്ങനത്തെ കച്ചവടക്കാരനോ? എന്റെ പൈസ അങ്ങോട്ട് ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ്. ഇത് നിങ്ങൾ ഈ തന്ന 10ന്റെ വില ഇല്ല, ഇതിന് 5 ഉള്ളൂ, ബാക്കി നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഹക്കിന് എടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ, വീടുകളിൽ പോയി പണികൾ, മരാമത്ത് പണികൾ ചെയ്തു കൊടുക്കുന്നവർ, ഇലക്ട്രിക്കിന്റെയും വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ, കൂലിപ്പണിയെടുക്കുന്നവരെ, തെങ്ങുകൾക്ക് അതിന്റെ തളം കെട്ടിക്കുന്നവരെ, തെങ്ങ് കയറുന്നവരെ, ഓട്ടോറിക്ഷക്കാർ, വാഹനം ഓടിക്കുന്നവർ, നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ, ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ. അറാബിയായ മനുഷ്യൻ ചോദിച്ചു, മൻ ഹാദ ശൈഖ്, ആരാണിയാൽ? ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹിമഹുല്ലാഹ്.
അറാബി പറഞ്ഞു, ഉറപ്പാണ് ഉറപ്പാണ്, തീർച്ചയായും വഹാദാ ഹുവല്ലദീ നുസ്തസ്ഖാ ബിഹി ഫിൽ ഔദിയ, ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ അറാബികൾക്ക് അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മഹുല്ലാഹ്. മിനിങ്ങളെ, കച്ചവടക്കാര് ശ്രദ്ധിക്കണം. അതൊക്കെ ലാഭെടുക്കല്ലിൻ, ഹറാമായ കച്ചവടം ചെയ്യല്ലിൻ. ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ് മുഅ്മിനെ. ഒരു സംശയമില്ല, ഒരു ഫത്വ ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്. പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറി ഉണ്ടാവും. പെണ്ണുങ്ങളെ, 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക. പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1,00,000 റുപ്യ കൈ കൊടുത്തു, ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1,00,000 ഇവന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പൊ എത്രയും ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്തേ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്. വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയി. കുല്ലു ഖർളിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത്, പാടില്ല. കുല്ലു ഖർളിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുഅ്മിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി തവക്കൽതു അലൈക്, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസുകാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുല് ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാണ് നുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. 5 ദിർഹം തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടേതാണ്, എനിക്ക് വേണ്ട. കച്ചവടക്കാർ വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും റഹിമല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊള്ളലാപെടുക്കരുത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗ്ല, മ്യൂൾ എന്ന് പറയും, MULE, മ്യൂൾ, ബഗ്ല. ഡോങ്കിയോ അല്ല, ഹോഴ്സും അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ, മ്യൂൾ. 400 ദിർഹം വില. 400 ദിർഹം കച്ചവടം അങ്ങനെ നടക്കാൻ നിൽക്കുമ്പോ ഇയാള് പറഞ്ഞു, ഹസനുൽ ബസ്രി ഇസ്മ, കുറച്ച് എന്തെങ്കിലും ഒരു അളവ് തരേൻ. 100 കുറച്ചു. വില 400, 300 കിട്ടിയ പാടെ കസ്റ്റമർ പറയാൻ. അങ്ങനെ കൊണ്ട് നമ്മുടെ കച്ചവടക്കാർക്ക് പറ്റൂലേ? ഞാൻ അത് പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താനുള്ള തവക്കുലുണ്ടോ? ചെയ്തോളൂ. 100 കുറച്ചു 300. ആ നേരം അയാൾ പറഞ്ഞു, അഹ്സിൻ യാ അബാ സഈദ്, ഹസനുൽ ബസ്രി, നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു, 200.
ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ ബസ്രി 400ന്റെ സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ, വഹാകദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഖിറത്തിന്റെ കച്ചവടമാണ്. ആഖിറത്തിന് മുതലെടുക്കണം, പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ ഈ കച്ചവടം കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, എപ്പോഴും പറയും, കച്ചവടക്കാരെ, നിങ്ങളുടെ ഇജഅലു അവ്വല നഹാരിക്കും ലിആഖിറതിക്കും, നിങ്ങളുടെ പകലിന്റെ ആദ്യ ഭാഗം ആഖിറത്തിന് വിട്ടുകൊടുക്കണം. വമാ ബഅദഹു ലിദുനിയാകും, രാവിലെ അങ്ങോട്ട് പോയി ദുഹാ നിസ്കാരമില്ല, സുബ്ഹിയില്ല, ഇങ്ങനായി പോവല്ലേ. രാവിലെ കുറച്ച് ഖുർആനൊക്കെ ഓതി രാവിലെ കുറച്ചു നേരം ആഖിറത്തിന്, പിന്നെ കച്ചവടം തുടർന്നേക്ക്. അല്ലെങ്കിൽ കച്ചവടത്തിന് ചെന്നിരുന്നു, അവിടെ നിന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം. മൻ ദഖല സൂഖ, അങ്ങാടി കയറുമ്പോ ദിക്റുണ്ട്. ചെറിയ അങ്ങാടിക്ക് വരാൻ, ഇങ്ങോട്ട് കടക്കാനൊക്കെ ദിക്റുണ്ട്, അങ്ങാടി കടക്കാൻ ദിക്റുണ്ട്, സൂപ്പർ മാർക്കറ്റ് കടക്കാൻ ദിക്റുണ്ട്, ഷോപ്പിംഗ് മാളിലേക്ക് കടക്കാൻ ദിക്റുണ്ട്. ജ്വല്ലറി വാങ്ങാൻ പോകുന്ന പെങ്ങളെ, നിങ്ങൾക്ക് ദിക്ർ ചൊല്ലിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. എന്താ ദിക്ർ എന്നറിയോ? നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയ ദിക്റാ. മൻ ദഖല സൂഖ, ആരെങ്കിലും സൂഖിലേക്ക് കടന്നാൽ, അങ്ങാടിയിലേക്ക് കടന്നാൽ, ഫഖാല, എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര കൂലി എന്നറിയോ? 10 ലക്ഷം. കതബല്ലാഹു ലഹു അൽഫ ഹസന, 10 ലക്ഷം കൂലി അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ ഡെയിലി ജീവിതത്തിലില്ലേ? അങ്ങാടി പോകൂലേ, ചിക്കൻ വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്, ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ജ്വൽസ് വാങ്ങാൻ പോകുന്നുണ്ട്. എവിടെ പോയാലും ഈ ദിക്ർ ചൊല്ലിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. അവിടെത്തി. ഇനി ഒന്ന് ചെറിയ ട്വിസ്റ്റ്, വഹുവ ഹയ്യുൻ ലാ യമൂത് ചേർത്ത് കൊടുക്കുക. വഹുവ ഹയ്യുൻ ലാ യമൂത്, പിന്നെ ബിയദിഹിൽ ഖൈർ, അത്രേ ഉള്ളൂ. അതാകുമ്പോ പുതിയത്. വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യാം? യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിയത് മുതലായി. ഇതൊക്കെ ഒരു ദിവസത്തിലില്ലേ? അങ്ങാടിക്ക് പോയത് കൂലി എത്ര കൂലി എന്നറിയോ? അങ്ങാടി പോയി ഒന്നുമ്പോ 1 കിലോ ചിക്കൻ വാങ്ങി പോന്നപ്പോ കിട്ടിയ കൂലി 10 ലക്ഷം നന്മ. പടച്ചോനെ, എന്താ കാരണം എന്നറിയോ? അങ്ങാടി പോയാലൊന്നും അള്ളാനെ ഓർമ്മ വരാറില്ല. അതാ വിഷയം. അങ്ങാടി പോയാ ടെക്സ്റ്റൈൽസുമല്ല ഡെമ്മി കിട്ടെടുത്ത കുപ്പായ ആലേക്ക് പടച്ച റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ ഹദീസ് പഠിക്കണം. മൻ ദഖല സൂഖ, സൂഖിലേക്ക് അങ്ങാടിയിലേക്ക് കടക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്താൽ, ഒരുമിച്ച് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരല്ലോ, ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം നന്മയാണ്. ചില്ലറയാണോ പറഞ്ഞത്? 10 ലക്ഷം. 1 million rewards, ഹസനാത്ത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹ്, ഒരു സാധനം മേടിക്കാനില്ലെങ്കിലും അങ്ങാടിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്ർ ചൊല്ലി 10 ലക്ഷം കൂലി കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങാടിയിൽ പോയി വരാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വാങ്ങാനല്ല, ഈ ഒരു ദിക്ർ ചൊല്ലണേ അങ്ങാടിക്ക് തന്നെ പോണ്ടേ? അങ്ങാടിയിൽ ചൊല്ലിയാൽ കിട്ടുന്ന കൂലി കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോണ്ടേ? അതിന് സൂഖിലേക്ക് വെറുതെ പോയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ, മഹാനായ താബിഈൻ, മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹ്, വെറും ദിക്ർ ചൊല്ലി കൂലി കിട്ടാൻ വേണ്ടി അങ്ങാടിയിൽ കടക്കുമായിരുന്നു.
റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കച്ചവടക്കാർ ദിക്ർ ചൊല്ലണം. ആണുങ്ങളും പെണ്ണുങ്ങളും സാധനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെണ്ണുങ്ങളെ കാണാൻ ആണിന് പറ്റാത്ത പെണ്ണുങ്ങൾ, മഹറമല്ലാത്ത കസ്റ്റമർ വരുമ്പോ അവരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കല്ലേ നീ, ഇക്കിളിപ്പെടുത്തുന്ന വാക്ക് പറയല്ലേ നീ. ആ പെണ്ണിനെ തൊടാനോ സംസാരിക്കാനോ നിനക്ക് അവകാശമുണ്ടോ? ഇല്ല. ആ കച്ചവടം നടക്കാനുള്ള മിനിമം കോൺവെർസേഷൻ എന്തോ അത് മാത്രമല്ലാതെ ഒരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നീ നോക്കല്ലേ. കണ്ണ് നീ സൂക്ഷിക്കണേ കച്ചവടക്കാരാ. ടെക്സ്റ്റൈൽസുകൾ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, പെണ്ണുങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ദയവ് ചെയ്ത് മുതലാളിമാർ ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഏരിയയിൽ പെണ്ണുങ്ങളെ നിർത്തണം. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇന്നർവെയർ വിൽക്കാൻ വേണ്ടി നിൽക്കല്ലേ. ഹറാമാണത്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ടൈലർമാർ പെണ്ണുങ്ങളുടെ വസ്ത്രം അവർക്ക്